വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. ഡിസ്കസ് ചെയ്യാനുള്ളത് ഡെലാപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ വിക്ടർ ഗ്യോക്കറസിനെ കുറിച്ചും ബെഞ്ചമിൻ സെസ്കോനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഡെലാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെലാപ്പ് നിലവിൽ ചെൽസിയിലേക്ക് എത്താൻ വേണ്ടി പോവാണ്. എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഹിയവിഗോ വന്നിട്ടുണ്ട്. 30 മില്യൻ്റെ ഡീലാണെന്നാണ് പറയുന്നത്. റിലീസ് ക്ലോസ് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് ആളെ ചെൽസി സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു സൈനിങ്ങിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ആൾ ഇപ്സിച്ചിൽ വേണ്ടിയിട്ട് 12 ഗോളാണ് ഈ ഒരു സീസണിൽ അടിച്ചിട്ടുള്ളത്. ദാറ്റ്സ് റിയലി ഗുഡ്. ഒരു റെലഗേഷൻ ബാറ്റിൽ നിൽക്കുന്ന സൈഡിന് വേണ്ടിയിട്ട് 12 ഗോൾ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. ഈ 12 ഗോൾ അടിച്ചത് നേരെ ബ്രൈറ്റൺ എന്നായിരുന്നെങ്കിൽ ആളെ പ്രൈസ് ടാഗ് എവിടെ ആയിരിക്കുന്നു എന്ന് ചിന്തിച്ച് നോക്കിക്കേ. 70 മില്യൺ 80 മില്യണെങ്കിലും അവർ കയറ്റും, അത് ഉറപ്പാണ്. സോ ഇങ്ങനെ പൊട്ടൻഷ്യൽ ഉള്ളൊരു പ്ലെയർ 30 മില്യൺ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെൽസിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഈ ഒരു പ്ലെയറെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ 12 ഗോളോടെ ആൾക്കൊരു എബിലിറ്റി ഉണ്ട് എന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. കൃത്യമായിട്ട് പ്രീമിയർ ലീഗിൽ തനിക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ നെക്സ്റ്റ് സീസണിലും ഇതേപോലെ ഈ ഫോമിന് ആൾ തുടരണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈ ഒരു സീസണിലെ ഫോം വെച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ആളുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് നല്ല ഓഫ് ദ ബോൾ മൂവ്മെൻ്റ് ഉള്ള ആളാണ്. അതുപോലെ തന്നെ നല്ല കിടിലൻ ബോൾ സ്ട്രൈക്കിംഗ് ആണ്. നല്ല കിൻഡൽ ഷോട്ടാണ് ആളെപ്പോഴും എടുക്കാറുള്ളത്. അതുപോലെ തന്നെ ആൾ അത്യാവശ്യം ഡ്രിബിൾ ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ്. പിന്നെ ഫിസിക്കലി അടിപൊളിയാണ്. 22 വയസ്സാണ് പ്രായം. പക്ഷേ ഫിസിക്കലി ആൾ സൂപ്പർ സ്ട്രോങ് ആണ്. ഏരിയയിലേക്ക് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. ആ ഫിസിക്കാലിറ്റിനെയാണ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടുള്ളത്. പല സമയത്തും ആൾ ഡിഫൻഡേഴ്സിനെ ബുള്ളി ചെയ്യുന്നതായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പൊട്ടൻഷ്യലൊക്കെ ഉള്ള ഒരു സ്ട്രൈക്കറാണ് ലിയാം ഡെലാപ്പ്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ ആൾക്ക് ഒരു ഗുഡ് സീസണേ ഉണ്ടായിട്ടുള്ളൂ. സോ ചെൽസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു ലോ റിസ്ക് സൈനിങ്. ഒന്നാമത് 30 മില്യണേ ചിലവാക്കേണ്ടി വരുന്നുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ വേറെ സ്ട്രൈക്കർമാരെ അടുത്തേക്ക് അവർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സെസ്കോ, ഗ്യോക്കറസ്, വേറെ ഏത് പ്ലെയറിലേക്ക് അവർ പോവുകയാണെങ്കിലും ഒരു 50 മില്യണിൽ കുറഞ്ഞ് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും 50-ൻ്റെ മേലെ 60-ൻ്റെ മേലേക്ക് പോകും. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു 12 ഗോൾ അടിച്ച പൊട്ടൻഷ്യലുള്ള ഒരു ഇംഗ്ലീഷ് പ്ലെയറെ, സിറ്റിൻ്റെ അക്കാഡമിയിലൂടെയൊക്കെ വന്ന പ്ലെയർ, അപ്പോൾ എന്താണ് കാലമ സാധനം ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു പ്ലെയറെ ഈ 30 മില്യൺ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡീലാണ്. അതൊരു ലോ റിസ്ക് സൈനിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര പൈസ ഒന്നും മുടക്കേണ്ടി വരില്ലല്ലോ. പിന്നെ ഭീകര സാലറി ഒന്നും കൊടുക്കേണ്ടി വരില്ല. ഇപ്പോൾ സെസ്കോനെ കൊണ്ടുവന്നാലോ അല്ലെങ്കിൽ ഗ്യോക്കറസിനെ കൊണ്ടുവന്നാലോ ഷിമനെ കൊണ്ടുവന്നാലോ ഒന്നും കൊടുക്കേണ്ട ഭീകര സാലറി ഈ ഒരു പ്ലെയർക്ക് കൊടുക്കേണ്ടി വരുന്നില്ല. അതാണ്. പിന്നെ ചെൽസിയിലിപ്പം എന്താ പറയുക, ഈ ജാക്സണ് കിട്ടുന്ന അത്രയും ചാൻസുകൾ ഈ ചങ്ങായിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ജാക്സൺ ലെയർ സ്കോർ ചെയ്യും, അത് ഉറപ്പാണ്. കാരണം പക്ക സ്ട്രൈക്കർ ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ള പ്ലെയറാണ്, ഗോൾ സ്കോറിങ് ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ള പ്ലെയറാണ്. സോ ജാക്സണ് കിട്ടുന്ന അത്രയും ചാൻസുകളൊക്കെ ഈ ചങ്ങായിക്ക് കിട്ടിക്കഴിഞ്ഞാൽ സ്കോർ ചെയ്യും, അത് ഉറപ്പാണ്. സോ അതാണ്. അപ്പോൾ ചെൽസിക്ക് മേ ബി ഇതൊരു ഗെയിം ചേഞ്ചറായി മാറാം. അല്ലെങ്കിൽ അതാണ് ഗെയിം ചേഞ്ചറായി മാറുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു 8-10 ഗോളെങ്കിലും ആൾ നെക്സ്റ്റ് സീസണിൽ പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അടിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ബാക്കി നമ്മൾ ഗ്രൗണ്ടിൽ കാണേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, എത്രത്തോളം ചാൻസ് കിട്ടും, അവിടെ ജാക്സൺ ഉണ്ട്. ഇനിയിപ്പോൾ ഇവർ വേറെ ഏതെങ്കിലും സ്ട്രൈക്കറെ കൊണ്ടുവരും. ചെൽസി എന്ന് പറയുന്നത് ഡെപ്തിൻ്റെ ആൾക്കാരാണല്ലോ. സോ ഇനി വേറൊരു സ്ട്രൈക്കറെ കൂടി കൊണ്ടുവരുമെന്നുള്ളതും നമ്മൾ കണ്ടറിയണം. ഓക്കെ, അവിടുന്ന് നമ്മൾ നേരെ ഈ ഗ്യോക്കറസിൻ്റെയും സെസ്കോൻ്റെയും സൈഡിലേക്കൊക്കെ വരികയാണെങ്കിൽ ഈ രണ്ടാൾക്കും പിന്നാലെ ഉള്ളത് ആർസണലാണ്. ആർസണൽ എന്തായാലും ഈ രണ്ടിലൊരാളെ സൈൻ ചെയ്യും. നമ്മളിപ്പോൾ കേൾക്കുന്ന പ്രകാരം ബെർത്തൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഗ്യോക്കറസും കുറച്ച് മുന്നേ കേട്ടത്, അതുപോലെ തന്നെ ആർട്ടറ്റിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് സെസ്കോ ആണെന്നാണ് കേൾക്കുന്നത്. ഈ രണ്ടുപേരെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഇപ്പോഴും ആഴ്സണലിൻ്റെ സ്ട്രൈക്കർ വാർത്തകൾ നിൽക്കുന്നത്. അതേസമയം ലിവർപൂൾ എക്കിറ്റിക്കൻ്റെ പിന്നാലെ പോകുന്നുണ്ട്, ചെൽസി നൈസായിട്ട് എക്കിറ്റിക്കൻ്റെ പിന്നാലെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവർ ആഴ്സണലിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ആരാണ് ഏറ്റവും നല്ല ഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, സെസ്കോൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സെസ്കോ ടാക്റ്റിക്കലി ഇവർക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. പെർഫെക്റ്റ് ഫിറ്റ് ആയിരിക്കും ടാക്റ്റിക്കലി. കാരണം സെസ്കോൻ്റെ ഓഫ് ദ ബോൾ മൂവ്മെൻറ്റ്, ഡിഫെൻസീവ്ലി ആൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള കഴിവ്, പിന്നെ ആളുടെ ആ ഒരു ഗോൾ സ്കോറിങ് ഇൻസ്റ്റിക്റ്റ് അത് ഗ്യോക്കറസിനുണ്ട്. അതിനപ്പുറം ആളുടെ ഏരിയൽ എബിലിറ്റി അത് ഹ്യൂജ് പോയിൻ്റാണ് നമ്മൾ സെസ്കോൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്. ഈ
ആർട്ടറ്റ എന്തുകൊണ്ട് ഇത്രയും ഗോൾ അടിച്ച ഗ്യോക്കറസിന് പകരം ഈ ചങ്ങായിനെ നോക്കി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉത്തരമാണ് ആളുടെ ഏരിയൽ എബിലിറ്റി. ആൾ ഏരിയയിൽ ഒരു മോൺസ്റ്റർ ആണ്. 1.95 meters ആണ് ആളുടെ ഹൈറ്റ്. സോ ആലോചിച്ചാൽ മതിയല്ലോ, ആൾ ഗ്രൗണ്ടിൽ മറ്റേ സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് കാണിക്കുന്ന വിദ്യകളൊക്കെ തലകുത്തി മറിഞ്ഞും തിരിഞ്ഞൊക്കെ കാണിക്കുന്ന ഒരാളാണ്. സോ അത് ഹ്യൂജ് പോയിന്റ് ആണ്. നമ്മൾ സെസ്കോൻ്റെ കാര്യം സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും ഈ ആർട്ടറ്റയ്ക്ക് ഏരിയൽ എബിലിറ്റി ഉള്ള പ്ലേയേഴ്സിന് ഇഷ്ടമാണ്. ഇപ്പം തന്നെ നമ്മൾ ആഴ്സണലിലെ കളി കാണുമ്പോൾ കാണുന്നതാണ്, ഇവർ നിരന്തരം ക്രോസ് ഇടും. എന്നാൽ ഈ ക്രോസിന് ചാടി തലവെക്കാൻ പറ്റുന്ന ഒരാൾ വേണ്ട, ഒരാളില്ല. ആ ഒരാളെയാണ് ശരിക്കും ഇവിടെ ആർക്ക് വേണ്ടത്? ആർട്ടറ്റയ്ക്ക് വേണ്ടത്. അപ്പം നമ്മൾ പറയും ഏരിയൽ എബിലിറ്റി മാത്രം നോക്കിയിട്ടാണ് എടുക്കുന്നത്. അല്ല, ആള് ഗ്രൗണ്ടിലും അടിപൊളിയാണ്. ആള് അത്യാവശ്യം എന്താ പറയുക, ഡ്രിബിൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ ആണ്. ആൾ നല്ല സൂപ്പറായിട്ട് ഡ്രിബിൾ ചെയ്ത് ഗോൾസൊക്കെ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആളുടെ ഓഫ് ദ ബോൾ മൂവ്മെൻറ്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞില്ല, ടോപ്പാണ്. ഡിഫെൻസീവ്ലി നല്ല കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ എന്തുകൊണ്ടും ടൈലർ മെയ്ഡ് പ്രൊഫൈൽ ഫോർ ആർട്ടറ്റ. 65-60 million എന്നൊക്കെയാണ് പറയുന്നത്. എനിവേ ടൈലർ മെയ്ഡ് പ്രൊഫൈൽ ഫോർ ആർട്ടറ്റ. സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നൈസ് ആയിരിക്കുന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എല്ലാം കൊണ്ടും. പിന്നെ 22 വയസ്സേ പ്രായമുള്ളൂ. അപ്പോൾ ഒരു ലോങ് ടേമിലേക്ക് ഇവർക്ക് നോക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആരാണ്? അത് നമ്മുടെ ഗ്യോക്കറസ് ആണ്. പിന്നെ നമ്മൾ നേരെ സെസ്കോ ആണ്. ഓക്കെ. ഇനി നേരെ ഗ്യോക്കറസിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ, ഗ്യോക്കറസ് ഈ സീസണിൽ തകർത്ത് കളിച്ചിട്ടുള്ള പ്ലെയറാണ്. ആൾ സ്പോർട്ടിംഗ് സിപിക്ക് വേണ്ടിയിട്ട് 39 ഗോളും 7 അസിസ്റ്റ് എങ്ങാനും ലീഗിലേ കൊടുത്തിട്ടുണ്ട്. സോ ആളെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് സീസണാണ് ഇപ്പോൾ കഴിഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ ആള് ആഴ്സണലിലേക്ക് വരികയാണെങ്കിൽ ഗോൾസ് അടിക്കും, ഉറപ്പാണ്. ആഴ്സണൽ ഈ സർവർ മിസ്സാക്കുന്ന ഗോളുകളും അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കർ ഇല്ലാത്തത് കൊണ്ട് മാത്രം ഇവരടിക്കാതെ പോയ കുറേ ഗോളുകളുണ്ട്. പലരും ക്രിയേറ്റ് ചെയ്തിട്ടും പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ലാത്ത കാരണം വീഴാതെ പോയ കുറേ ഗോളുകളുണ്ട്. അതൊക്കെ ഈ ചങ്ങായി വന്നു കഴിഞ്ഞാൽ അടിക്കും. അപ്പോൾ ആഴ്സണലിലേക്ക് ഗ്യോക്കറസിനെ പോലത്തെ അത്യാവശ്യം ക്ലിനിക്കലായ ഒരു മനുഷ്യൻ വരികയാണെങ്കിൽ ഒരു 10-15 ഗോൾ എക്സ്ട്രാ വീഴുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 10 ഗോൾ 15 ഗോൾ വീഴും, അത് ഉറപ്പാണ്. പിന്നെ ഗ്യോക്കറസിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഒരു പേടിയുണ്ട്. അതായത് ചിലർ പറയുന്നത് 26-27 വയസ്സാവാനായില്ല, അപ്പം ലോങ് ടേമിലേക്ക് ഒക്കൂലല്ലോ, അപ്പോൾ എടുക്കണമെന്ന് ചിലർ ചോദിക്കും. പിന്നെ എന്താ പറയുക, ആൾ ഇപ്പോഴല്ലേ തുടങ്ങിയിട്ടുള്ളൂ. ഐ മീൻ ആളിപ്പോഴാണ് ആ ഒരു ടോപ്പ് ഫ്ലൈറ്റ് ഫുട്ബോളിലൊക്കെ നല്ല കളി കളിച്ചിട്ടുള്ളത്. ആള് ചെറിയ ഡിവിഷൻസ് മറ്റേ എന്താ പറയുക സെക്കൻഡ് ഡിവിഷനിലൊക്കെ വന്നിട്ടുള്ള ഒരു പ്ലെയറാണ്. മുമ്പ് പ്രീമിയർ ലീഗിൽ വന്നിട്ട് അത്രത്തോളം ക്ലിക്ക് ആവാതെ പോയ പ്ലെയറാണ്. പക്ഷെ ചില സമയത്ത് ഇങ്ങനെയാണ്, ചില സമയത്ത് പ്ലെയേഴ്സിൻ്റെ പീക്ക് തുടങ്ങുന്നത് വളരെ ലേറ്റ് ആയിട്ടായിരിക്കും. അറിയാലോ, വാർഡിയൊക്കെ ചെറുപ്പം മുതലേ ടോപ്പ് ഫ്ലൈറ്റ് ഫുട്ബോളിലേക്ക് വന്ന ആളല്ല. വാർഡിയൊക്കെ ഒരുപാട് ടൈം എടുത്തിട്ട് വന്നിട്ടുള്ള ഒരു പ്ലെയറാണ്. സോ നമ്മൾ ആ പ്രായം വെച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പോഴല്ലേ കളിച്ചു തുടങ്ങിയിട്ടുള്ളതെന്ന് വെച്ചിട്ട് പൂർണ്ണമായിട്ടും ഈ ചങ്ങാനെ എഴുതി തള്ളാൻ വേണ്ടി പറ്റില്ല ഗ്യോക്കറസിന്. പിന്നെ ചിലർ കൺസേൺ ആയിട്ട് ഉന്നയിക്കുന്നത് ഈ നോൺ പെനാൽറ്റി ഗോൾസ് എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഗ്യോക്കറസ് അടിച്ചിടത്തോളം നോൺ പെനാൽറ്റി ഗോൾസ് തൻ്റെ പ്രൈം സീസണിൽ ഡാർവിൻ ന്യൂനസും പോർച്ചുഗീസ് ലീഗിൽ അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താ പറയുക, അങ്ങനത്തെ ഒരു പ്ലെയർ, ന്യൂനസ് വന്ന് ഇവിടെ പൊട്ടിപ്പോയല്ലോ, അതേപോലെ ഗ്യോക്കറസ് വന്ന് പൊട്ടിപ്പോകുമെന്നാണ്. അങ്ങനത്തെ ഡൗട്ട്സ് ഉണ്ട്. അപ്പം എല്ലാം ഡൗട്ട്സ് തന്നെയാണ്. പക്ഷേ ആള് ഒരു പ്രോപ്പർ ഗോൾ സ്കോറാണ്. ഗോൾ അടിക്കാൻ പറ്റുന്ന, ലിങ്ക് പ്ലേ പ്രോപ്പറായിട്ട് നടത്താൻ പറ്റുന്ന, അത്യാവശ്യം ഡ്രിബിൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലെയറാണ്. പിന്നെ ഫിസിക്കൽ എബിലിറ്റിയിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള ആള് സെസ്കോ ആണ്. ഈ ഗ്യോക്കറസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്, ആള് അത്ര നല്ല പേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ആൾ ഫിസിക്കലി അങ്ങനെ കമ്മിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള, ഏരിയലി ഒന്നും കമ്മിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ അല്ല. അതാണ് എനിക്ക് ഗ്യോക്കറസിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം ആ ഒരു സംഭവം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഗ്യോക്കറസ് ഈസ് ഗുഡ്. എന്തായാലും സൈൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണ്. പക്ഷേ ആഴ്സണൽ എപ്പോഴും ഫിസിക്കലി നല്ല ഡിമാൻഡിങ് ആണ്, പേസ് വൈസ് ഡിമാൻഡിങ് ആണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഏരിയൽ എബിലിറ്റിൻ്റെ കാര്യത്തിൽ അവർ ഡിമാൻഡിങ് ആണ്. സോ അതുകൊണ്ടായിരിക്കും നമ്മുടെ ആർട്ടറ്റ കൂടുതൽ സെസ്കോനെ പ്രിഫർ ചെയ്യുന്നത്. അപ്പം അത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.